അനുഗ്രഹീതമായ ഒരു നല്ല പകൽ കൂടെ ദൈവം നമുക്ക് ദാനമായി തുറന്നു തന്നിരിക്കുന്നു. ആ സമയം നന്ദിയുള്ളവരായിരിക്കാം. അപ്പോൾ തന്നെ എത്രയോ പേര് വേദനയിലാണ്, നിരാശയിലാണ്, രോഗങ്ങളിലാണ്. എന്നാൽ ഇന്നത്തെ പകലിൽ ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ ബലത്തോടെ നിൽക്കുമ്പോൾ നമ്മളെ മാത്രമല്ല, നമുക്കുള്ളവരെയും നമുക്കുള്ളതിനെയും ഒക്കെ ദൈവം പരിപാലിക്കുന്നതിനായി നമുക്ക് നന്ദിയോടെ ദൈവസന്നിധിയിൽ ഓരോരുത്തർക്കുമായിരിക്കാം. നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ബന്ധങ്ങൾ ആവശ്യമാണ്. നമുക്ക് നല്ല ബന്ധങ്ങളുമുണ്ട്. എന്നാൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, ദൈവത്തോടുള്ള ബന്ധം എങ്ങനെയാണ് എന്ന് ഇന്ന് പകലിൽ നമുക്കൊന്ന് പരിശോധിക്കണം. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നവർ ദൈവവുമായി ഒരു ദൃഢബന്ധമുള്ളവരായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ദൈവവുമായി ഒരു ഉറ്റ ബന്ധം ഉണ്ടായിരിക്കണം. ബന്ധങ്ങളിൽ ഏറ്റവും ഗാഢമായ അല്ലെങ്കിൽ ഉറപ്പുള്ളൊരു ബന്ധമാണ് ഭാര്യ ഭർത്തൃബന്ധം. അതിനുശേഷം മാത്രമേ ഒരമ്മയും ഒരു കുഞ്ഞുമായിട്ടുള്ള ബന്ധം വരുന്നുള്ളൂ. ഈ രണ്ട് ബന്ധങ്ങളും വേദപുസ്തകത്തിൽ 91 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യത്തിൽ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവനെൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അങ്ങനെ പറയാൻ തയ്യാറാകുന്നവർക്ക് വേണ്ടി വേദപുസ്തകം 91 സങ്കീർത്തനത്തിൽ തുടർന്നുള്ള വാക്യങ്ങളിൽ പറയുന്നത്: അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും നിന്നെ വിടുവിക്കും. അവൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാണ്. രാത്രിയിലെ ഭയത്തിൽ നിന്ന്, പകൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്ന്, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയിൽ നിന്ന്, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ ഒരു വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോടൊന്നും അടുത്തു വരികയില്ല. പ്രിയമുള്ളവരെ, ദൈവവുമായിട്ട് ഒരു നല്ല ബന്ധം പുലർത്തുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മോട് ഒരു സുദൃഢമായ ബന്ധം പുലർത്തണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ ആ ഒരു ബന്ധത്തിലേക്ക് വരാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ 91 സങ്കീർത്തനത്തിൽ പ്രതിപാദിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ദൈവവുമായിട്ട് ഉറ്റ ബന്ധമുള്ളവർക്കാണ്. അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയം പോലെ ആയിത്തീരും. നമ്മുടെ ഹൃദയം സമാധാനം, സന്തോഷം, സ്നേഹം, കൃപ, വിശുദ്ധി, താഴ്മ, ക്ഷമ ഇതെല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കും. നിങ്ങൾ ദൈവത്തിൻ്റെ ഹൃദയത്തിലാണെങ്കിൽ ദൈവത്തിൻ്റെ ഹൃദയമിടിപ്പ് നമ്മുടെ ഹൃദയമിടിപ്പുമായിരിക്കും. ദൈവം നമ്മുടെ മനസ്സിൽ തരുന്നത് മാത്രം ചിന്തിക്കുവാനേ നമുക്ക് ആ സമയത്ത് ആഗ്രഹിക്കാൻ പറ്റുകയുള്ളൂ. ദൈവം നമ്മുടെ ഹൃദയത്തിൽ നല്ലത് മാത്രമേ നമുക്ക് തരികയുള്ളൂ. അതുമാത്രം ചിന്തിക്കാനും ഇച്ഛിക്കാനുമാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, നല്ലൊരു പ്രഭാതം നമുക്ക് ദൈവം അനുവദിച്ചു തരുമ്പോൾ ദൈവമായിട്ട് ഒരു ദൃഢബന്ധത്തിലേക്ക് വരുവാൻ സർവകൃപാലുവായ ദൈവം നമുക്കെല്ലാവർക്കും ഇടയാക്കട്ടെ. അനുഗ്രഹീതമായൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.